പരിഹസിക്കും സ്വർണ്ണത്തേരുവീതിയിൽ അതികൊതുകാലെന്നു ഞാൻ ചേർന്നിടുമോ ശുദ്ധ സ്തുതിക്കും കീഴേ ദൈവമക്കൾക്കുള്ള ആശ്രയമേ പരിഹസിക്കും സ്വർണ്ണത്തേരുവീതിയിൽ അതികൊതുകാലെന്നു ഞാൻ ചേർന്നിടുമോ വാനവരിൽ സ്തുതിനാദം സദമുഴങ്ങും ശാലേന് വാനവരിൽ സ്തുതിനാദം സദമുഴങ്ങും ശാലേന് എന്നു ഞാൻ ചേർന്നിടുമോ പരസുതനെ എന്നു ഞാൻ ചേർന്നിടുമോ പരസുതനെ എന്നു ഞാൻ ചേർന്നിടുമോ പരസുതനെ എന്നു ഞാൻ ചേർന്നിടുമോ മുക്തിയാൽ നിർമ്മിതമായുള്ള 12 ഗോപുരമേ തവമകത്തും കണ്ടിട്ടം ആനന്ദിപ്പാൻ മമകങ്ങൾ പാരം ബോധിച്ചിടുന്നേ മുക്തിയാൽ നിർമ്മിതമായുള്ള 12 ഗോപുരമേ തവമഹത്വം കണ്ടിട്ടം ആനന്ദിപ്പാൻ മമകങ്ങൾ പാരം ബോധിച്ചിടുന്നേ വാനവരിൽ സ്തുതിനാദം സദമുഴങ്ങും ശാലേന് വാനവരിൽ സ്തുതിനാദം സദമുഴങ്ങും ശാലേന് എന്നു ഞാൻ ചേർന്നിടുമോ പരസുതനെ എന്നു ഞാൻ ചേർന്നിടുമോ പരസുതനെ എന്നു ഞാൻ ചേർന്നിടുമോ പരസുതനെ എന്നു ഞാൻ ചേർന്നിടുമോ. നമുക്ക് ചേർന്ന് വായിക്കാം. യോബിന്റെ പുസ്തകം 23-ാം അധ്യായം അതിന്റെ 10-ാം വാക്യം. ആദ്യത്തെ വാക്യം ചേർന്ന് വായിക്കാം. എന്നാൽ ഞാൻ നടക്കുന്ന വഴി അവൻ അറിയുന്നു. നമ്മൾ നടക്കുന്ന സകല വഴിയും ആരറിയുന്നു? ദൈവം അറിയുന്നു. ഞാൻ ഈ വാക്യം എന്നോട് ഇടപെട്ടത് കൊണ്ടാണ് ഞാൻ ഈ വാക്യം എടുത്തത്. പ്രത്യേകിച്ച് ഞാൻ ഈ നാളുകളിൽ ദൈവത്തോട് അധികമായി പ്രാർത്ഥനയായിരിക്കുമ്പോൾ പ്രാർത്ഥനയോട് മുൻപോട്ട് പോകുമ്പോൾ ദൈവത്തോട് ചില കാര്യങ്ങൾ ചോദിക്കാൻ തുടങ്ങി. എന്തുകൊണ്ട് ചില കഷ്ടങ്ങൾ പ്രതികൂലങ്ങൾ നമ്മുടെ ജീവിതത്തിൽ കടന്നു വന്നു? അപ്പോൾ പ്രാർത്ഥന മുൻപോട്ട് പോയപ്പോൾ ഈ വചനം ദൈവത്തിന്റെ ആത്മാവിനോട് ഇടപെട്ടതാണ്. ഞാൻ നടക്കുന്ന വഴി അവൻ അറിയുന്നു. നമ്മൾ പലപ്പോഴും ഞാൻ ചിന്തിച്ചത് എങ്ങനെയാണ്, ഞാൻ ശരിയായി ദൈവത്തിന്റെ വഴിയിലാണ് നമ്മൾ നടക്കണമെന്ന് ഞാൻ പലപ്പോഴും ചിന്തിച്ചിട്ടുണ്ട്. പക്ഷെ ചില വാക്യങ്ങൾ ദൈവത്തിന്റെ ആത്മാവിനോട് ഇടപെട്ടുമ്പോൾ ഞാൻ അതാണ് ഇന്ന് അതിന്റെ മെസ്സേജ് എടുത്തിട്ടുള്ളത്. നാം ചിന്തിക്കുന്നതും നാം പ്രവർത്തിക്കുന്നതും എല്ലാം ദൈവത്തിന്റെ വഴിയല്ല. പലപ്പോഴും അത് ദൈവത്തിന് ഇഷ്ടപ്പെടണം അല്ല. പലപ്പോഴും നമ്മൾ ചെയ്യുന്ന ചിന്തിക്കുന്ന അല്ലെങ്കിൽ പ്രവർത്തിക്കുന്ന ചില കാര്യങ്ങൾ നമ്മൾ പലപ്പോഴും നമ്മൾ ചിന്തിക്കാറില്ല, ഇത് ദൈവത്തിന് താല്പര്യമുണ്ടോ അല്ലെങ്കിൽ ദൈവത്തിന് ഇഷ്ടമാണോ എന്ന് നമ്മൾ പലപ്പോഴും ചിന്തിക്കാറില്ല. അതുകൊണ്ട് പലപ്പോഴും നമ്മുടെ ജീവിതത്തിൽ പ്രതികൂലങ്ങളും പ്രയാസങ്ങളും ആഞ്ഞടിക്കുമ്പോൾ നാം നമുക്ക് പലപ്പോഴും അറിയത്തില്ല. നമ്മൾ എപ്പോഴും ചിന്തിക്കുന്നത് നമ്മൾ ചെയ്യുന്നത് ശരിയാണ്, ശരിയായി പോയിക്കൊണ്ടിരിക്കുന്നത്. എന്നാൽ വചനം കൊണ്ട് നമ്മുടെ ജീവിതത്തിൽ അനുഗ്രഹം വേണമെങ്കിൽ കർത്താവിന്റെ പ്രമാണങ്ങളെ നാം അധികമായി കൈക്കൊള്ളണം, അധികമായി ആ വാക്യങ്ങളെ നാം അനുസരിക്കണം. പലർക്കും ദൈവത്തിന്റെ വചനം അറിയാം, എല്ലാവർക്കും അറിയാം. വചനം അറിയാത്ത ആരുമില്ല. എന്നെക്കാട്ടിലും പലപ്പോഴും നിങ്ങൾക്ക് അറിയാമായിരിക്കും വചനങ്ങൾ. പക്ഷെ വചനങ്ങൾ അറിഞ്ഞിട്ട് കാര്യമില്ല. ആ വചനങ്ങൾ നമ്മുടെ ജീവിതത്തിൽ എത്രത്തോളം അതിനെ അപ്ലൈ ചെയ്യുന്നുണ്ടോ, നാം അതിന് പ്രവർത്തിക്കുന്നുണ്ടോ, ആ വചനം വഴി നാം അനുസരിക്കുന്നുണ്ടോ, അതിന് വഴി നാം നടക്കുന്നുണ്ടോ എങ്കിൽ അപ്പോൾ മാത്രമേ എന്റെ ജീവിതത്തിൽ ആ അനുഗ്രഹങ്ങൾ പ്രാപിക്കുവാൻ കഴിയും. നമ്മൾ എല്ലാ ഞായറാഴ്ചയും നാം ദൈവത്തിന്റെ വചനം കേൾക്കുന്നുണ്ട്. ഈ വചനങ്ങൾ കേട്ട് എന്റെ ജീവിതം രൂപാന്തരം പ്രാപിക്കുന്നില്ലെങ്കിൽ ഞാൻ പറയട്ടെ, ഈ വചനം കേൾക്കുന്നത് കൊണ്ട് ഒരു ഗുണമോ എനിക്കുമല്ല നിങ്ങൾക്കുമല്ല. ഞാൻ പറഞ്ഞ മനസ്സിലുണ്ടോ?
നാം വചനങ്ങൾ എത്രത്തോളം കേൾക്കുന്നുണ്ടോ ആ വചനങ്ങൾ നമ്മുടെ ജീവിതങ്ങളെ കർത്താവിനോട് അടുപ്പിക്കുന്നുണ്ടെങ്കിൽ ഞാൻ പറയട്ടെ, നമുക്ക് മുൻപോട്ട് പോകാൻ കഴിയും. എനിക്ക് കർത്താവിനോട് മുൻപോട്ട് പോകാൻ കഴിയാത്ത വണ്ണം ഞാൻ പുറകോട്ടാണെങ്കിൽ ആ വചനങ്ങൾ എന്റെ ജീവിതത്തിൽ യാതൊരു നന്മയും കാണുവാൻ കഴിയത്തില്ല. വചനം ദൈവമാണ്. ആ വചനം എന്നിൽ വസിക്കണമെങ്കിൽ ഞാൻ ദൈവത്തോട് എന്ത് ചെയ്യണം? വചനം എന്റെ ജീവിതത്തിൽ രൂപാന്തരം പ്രാപിക്കണം. ഈ ശരീരമല്ല, ഇനി ഉള്ളിലുള്ള മനുഷ്യൻ ആ ബലം പ്രാപിക്കണം. അവൻ നാൾക്ക് നാൾ ബലം പ്രാപിക്കുമെങ്കിൽ ഞാൻ പറയട്ടെ, നാം ദൈവത്തിന്റെ ഇഷ്ടങ്ങൾ അറിയാൻ കഴിയും, ദൈവത്തിന്റെ മനസ്സ് അറിയുവാൻ കഴിയും. അത് വചനം യോബ് പറഞ്ഞ് താൻ കഷ്ടത കടന്നുപോയപ്പോൾ ഞാൻ നടക്കുന്ന വഴി അവൻ അറിയുന്നു. ഞാൻ ഇങ്ങനെ ചിന്തിച്ചപ്പോൾ പെട്ടെന്ന് എന്റെ ഓർമ്മയിൽ വന്നത്, നമുക്ക് ദാവീദിനെ കുറിച്ച് അറിയാം. ദാവീദിനെ കുറിച്ച് ദൈവം തന്നെ സാക്ഷ്യപ്പെടുന്നത് എന്താണ്? ഇവൻ എൻ ഹൃദയ പ്രകാരമുള്ള മനുഷ്യൻ. ദാവീദിന്റെ ജീവിതത്തിൽ പാപം ചെയ്തിട്ടുണ്ടോ? ദാവീദ് താൻ യുദ്ധത്തിൽ കടന്നുപോയപ്പോഴൊക്കെ ദൈവത്തിന്റെ ആലോചന പ്രാപിച്ച് സകലതും അവൻ വിജയിച്ച് തനക്ക് സ്വസ്ഥമായ സമയത്ത് എന്ത് ചെയ്ത് അവന്റെ മനസ്സിൽ ഒരു കാര്യം തോന്നി. നമുക്ക് 2 സാമുവേൽ 24 അധ്യായം അതിന്റെ 1-ാം വാക്യം, വേറൊരു വ്യക്തി 1:21 അധ്യായം അതിന്റെ 1-ാമത്തെ വാക്യം കാണാം. ഈ 2 സംഭവങ്ങളും 2 വ്യത്യസ്ത അധ്യായങ്ങൾ എഴുതിയിട്ടുണ്ട്. 2 സാമുവേൽ 24 അധ്യായത്തിൽ എഴുതിയ അതേ കാര്യം തന്നെ 1:21 അധ്യായത്തിലും എഴുതിയിട്ടുണ്ട്. 2 വ്യത്യസ്ത സമയങ്ങളാണ്. ഓക്കെ, വായിക്കുമ്പോൾ ഒന്ന് ആലോചിക്കണം. 2 സാമുവേൽ 24 അധ്യായം അതിന്റെ 1-ാം വാക്യത്തിൽ വചനം പറഞ്ഞത്, യഹോവയുടെ കോപം വീണ്ടും ഇസ്രായേലിന്റെ നേരെ ജ്വലിച്ചു. നീ ചെന്ന് ഇസ്രായേലിനെയും യഹൂദയെയും എണ്ണുക എന്നിങ്ങനെ അവർക്ക് വിരോധമായി ദാവീദിന് തോന്നിച്ച്. ആ വാക്യം ശ്രദ്ധിക്കണം, തോന്നിച്ച്. അതേ വാക്യം 1:21 അധ്യായത്തിൽ വായിക്കുമ്പോൾ, അനന്തരം സാത്താൻ ഇസ്രായേലിനെ വിരോധമായി എഴുന്നേറ്റ് ഇസ്രായേലിനെ എണ്ണുവാൻ ദാവീദിന് തോന്നിപ്പിച്ചു. യുദ്ധമെല്ലാം കഴിഞ്ഞ് താൻ സുഖമായി ഇരിക്കുന്ന സമയത്താണ് പെട്ടെന്ന് എന്ത് ചെയ്ത് ദാവീദിന് തന്റെ പടയാളികൾ എത്ര കാണുമെന്ന് എണ്ണണം, അല്ലെങ്കിൽ അതിനെ കൗണ്ട് എണ്ണണമെന്ന് ഒരു തോന്നൽ അവന്റെ ഹൃദയത്തിൽ ഉണ്ടായി. പക്ഷെ അതേ ദിനവൃത്താന്തത്തിൽ പറഞ്ഞത് ആ തോന്നിപ്പിച്ചത് ആരാണ്? സാത്താൻ. പഴയ നിയമത്തെ സാത്താൻ എവിടെയും നമുക്ക് കേൾക്കാൻ കഴിയത്തില്ല. യോബിന്റെ പുസ്തകത്തിൽ മാത്രമേ നമുക്ക് ആദ്യം വായിക്കാൻ. ഏറ്റവും പഴയ നിയമത്തിൽ ഏറ്റവും പഴമയാണ് പുസ്തകം പറയുന്നത് യോബിന്റെ പുസ്തകമാണ്. പക്ഷെ ഇവിടെ ദാവീദിനെ കുറിച്ച് വായിക്കുമ്പോൾ ഇവിടെ പറയുന്നത് സാത്താൻ അവനെ എണ്ണുവാൻ തോന്നിപ്പിച്ച്. ഈ ചിന്ത ആരാണ്? ദാവീദാണ്. പക്ഷെ ദാവീദിന്റെ ആ തോന്നൽ ആരാണ് കൊണ്ടുവന്നത്? സാത്താൻ. അപ്പൊ പലപ്പോഴും നമ്മൾ ചിന്തിക്കുന്ന എല്ലാ ചിന്തയും ദൈവം കൊടുത്ത ചിന്തയല്ല, ചിലപ്പോൾ ആരുടെ ചിന്തയായിരിക്കും? സാത്താന്റെ ചിന്തയായിരിക്കും. എന്തുകൊണ്ട് കർത്താവ് അതിൽ എന്നുവാൻ അനുവാദം കൊടുക്കാത്ത കാരണം നമ്മൾ വായിക്കാം. പുറപ്പാട് പുസ്തകം 30-ാം അധ്യായം അതിന്റെ 12-ാം വാക്യം. ഓക്കെ, ഇസ്രായേൽ മക്കളുടെ ജനസംഖ്യ എടുക്കേണ്ടതിന് അവരെ എണ്ണുവാൻ അവരുടെ മധ്യേ ബാധ ഉണ്ടാകാതിരിക്കാൻ അവരിൽ ഓരോരുത്തരുടെ താഴ്ത്താന്റെ ജീവന് വേണ്ടി യഹോവയ്ക്ക് വീണ്ടെടുപ്പ് വില കൊടുക്കണം. അപ്പൊ ഇസ്രായേൽ മക്കളുടെ എണ്ണണമെങ്കിൽ ഇത് ചെയ്യണം. ആ ഓരോ വ്യക്തിയിലും അവരുടെ പ്രകാരം അവർ ദൈവത്തിന് ഒരു യാഗം അർപ്പിക്കണം. അതിനുശേഷമേ എത്ര തുക ഉണ്ടെന്ന് എണ്ണണം. പക്ഷെ ഇവിടെ എന്ത് ചെയ്ത് ദാവീദ് നേരിട്ട് തന്റെ പടയാളിയോട് അവൻ പറയുവാനിടയായി. നമുക്ക് വായിക്കാം 3-ാം വാക്യം, 2 സാമുവേൽ 24-ന്റെ 3-ാം വാക്യം. ദാവീദ് തന്റെ പഴയ യോവാബോട് പറഞ്ഞു എണ്ണണമെന്ന് പറഞ്ഞപ്പോൾ അത് യോവാബ് പറഞ്ഞതാണ്. വായിക്കാം. അപ്പോ ദാവീദിന്റെ പടയാളി യോവാബ് എന്ന് പറഞ്ഞ്, രാജാവിന്റെ കാലത്ത് തന്നെ നിന്റെ ദൈവമായ യഹോവ ജനത്തിൽ ഇപ്പോൾ ഉള്ളതിൽ 100 ഇരട്ടി വർദ്ധിപ്പിക്കട്ടെ. എങ്കിലും യജമാനായ രാജാവ് ഈ കാര്യത്തിന് താല്പര്യപ്പെടുന്നത് എന്തിന് എന്ന് പറഞ്ഞു. പക്ഷെ നാളെ വാക്യം പറയുന്നത് അപ്പോ തന്റെ പടനായകൻ യോവാബ് പറഞ്ഞിട്ടും എന്തായി?
അതൊന്നും രാജ ഏറ്റെടുത്തില്ല. അത് അനുസരിക്കാൻ വേണ്ടി വന്നു. അവർ എന്ത് ചെയ്ത് അനുസരിക്കുവാൻ അവർ കടന്നുപോയി. ഏകദേശം 9 മാസം 20 ദിവസം അവർ എന്ത് ചെയ്ത് ഇസ്രായേൽ മുഴുവനും പോയി അവർ എണ്ണുവാൻ തുടങ്ങി. എത്ര പടയാളികൾ ഉണ്ട് എന്ന് തുടങ്ങി. പക്ഷേ അവസാനം വചനം താഴെ വായിക്കുന്ന അറിയാം, ബെന്യാമീനും ലേവ്യരെ മാത്രം അവർ എണ്ണുവാൻ എണ്ണിയില്ല. അവർ എണ്ണാതെ മറ്റവരെ മാത്രം അവർ എണ്ണിട്ട് രാജസഭയിൽ വന്ന് പറഞ്ഞപ്പോൾ എന്താണ് സംഭവിച്ചത് നമുക്ക് വായിക്കാം. 10-ാം വാക്യം. ഏകദേശം അവൻ പറഞ്ഞിട്ട് എത്ര മാസം? ഏകദേശം 9 മാസക്കാലം അവൻ ഒരു കുറ്റബോധമൊന്നുമില്ല. പക്ഷെ ഏകദേശം എല്ലാം എണ്ണി കഴിഞ്ഞ് രാജാവിന്റെ പടയാളികൾ രാജാവിന്റെ അടുക്കൽ വന്ന് ഇത്ര തുക ഏകദേശം 6 മില്യൺ പടയാളികൾ നമ്മുടെ കൂട്ടത്തിൽ ഉണ്ട് എന്ന് പറഞ്ഞ ശേഷം വചനം പറഞ്ഞ് ദാവീദ് ജനത്തെ ഇതിന് ശേഷം തന്റെ ഹൃദയത്തിൽ കുത്തുകൊണ്ടിട്ടു. യഹോവയോട് ഞാൻ ഈ ചെയ്തത് മഹാപാപം, എന്നാൽ യഹോവ അടിയന്റെ കുറ്റം ക്ഷമിക്കണമേ, ഞാൻ വലിയ മോശത്വം ചെയ്തു പോയി എന്ന് പറഞ്ഞു. പറഞ്ഞപ്പോൾ കുറ്റബോധം ഉണ്ടായിട്ടില്ല. തോൽപ്പിച്ച് സാത്താനാണ്. പക്ഷെ 9 മാസം അവന്റെ ജീവിതത്തിൽ ഒരു പ്രശ്നമില്ലായിരുന്നു. കൗണ്ടിങ് എല്ലാം കഴിഞ്ഞപ്പോൾ എന്നുവാൻ കട്ടളയിട്ടത് ദാവീദാണ്. പക്ഷെ തനിക്ക് ഉത്തരം കിട്ടിയപ്പോൾ അവന്റെ മനസ്സാക്ഷി അല്ലെങ്കിൽ കുറ്റബോധം ഉണ്ടായി. ചെയ്തത് തെറ്റ് എന്ന് ദൈവസന്നിധി അവൻ ഏറ്റു പറയുമ്പോൾ വചനം പറയുന്ന വായിക്കാം. 13 വാക്യം 13 വാക്യം. ഇല്ല 13. ദൈവം എന്ത് ചെയ്ത് തന്റെ പ്രവാചകനായ ഗാദിനെ ദാവീദിന്റെ അടുക്കൽ ചെയ്ത് അവരുടെ മുൻപിൽ 3 കാര്യം പറയുവാൻ ഇടയായി. ഒന്ന്, 7 സംവത്സരത്തെ ശാപം ഈ ദേശത്തിൽ ഉണ്ടാകും, അല്ലെങ്കിൽ 3 മാസം നീ ഈ ദേശത്തെ വിട്ട് ഓടുക വേണം. എന്നാൽ എതിരികൾ നിന്നെ പുറത്തിക്കൊണ്ടേർക്കും, അല്ലെങ്കിൽ 3 ദിവസം മഹാമാരി ഉണ്ടാകുമെന്ന് കർത്താവ് അവനോട് ഗാദിന്റെ പ്രവാചക മുഖാന്തരമായി പറയുവാൻ ഇടയായി. നമുക്കറിയാം, ഞാൻ മറുപടി പറയേണ്ടത് നീ ആലോചിച്ച് നോക്കുക എന്ന് പറഞ്ഞു. ചോദ്യം അല്ലെങ്കിൽ നീ ചെയ്ത ഈ കാര്യത്തിന് ശിക്ഷ ഉണ്ട്, പക്ഷെ ആ ശിക്ഷ 3 നീ എന്തെങ്കിലും ഒന്ന് നീ തിരഞ്ഞെടുക്കണം, അത് ഇപ്പോൾ തന്നെ പറയണം എന്ന് അയച്ചവന്റെ അടുക്കൽ ഞാൻ മറുപടി കൊടുക്കണം. 10-ാം വാക്യം പറഞ്ഞത്, ദാവീദ് ഗാദിനോട് ഞാൻ വലിയ വിഷമത്തിൽ ആയിരിക്കുന്നു, നാം യഹോവയുടെ കയ്യിൽ തന്നെ വീഴുക, അവന്റെ കരുണ വലുതല്ലോ, മനുഷ്യന്റെ കയ്യിൽ നാം വീഴരുതേ എന്ന് പറഞ്ഞു. ദാവീദ് അപേക്ഷ എന്താണ്? കർത്താവേ, എന്റെ മനുഷ്യന്റെ കയ്യിൽ കൊടുക്കരുത്, ഞാൻ ദൈവത്തിന്റെ കയ്യിൽ വീഴുവാൻ, എടാ അവന്റെ കരുണ വലിയതാണ്. നമുക്കറിയാം, ഇതിനുശേഷം ദൈവം ദൂതരയച്ച് ആ ദേശത്തിൽ മഹാമാരി ഉണ്ടാക്കാനും അന്ന് തന്നെ ഏകദേശം 70,000 പേർ മരിക്കുവാൻ ഇടയായി. നമുക്ക് അധിക സമയം കൊണ്ട് അതുകൊണ്ട് എടുത്തിട്ട് നമുക്ക് മറ്റൊരു നോക്കാം. 14-ാം വാക്യം വായിക്കാം. ദൂതൻ എന്ത് ചെയ്ത് തന്റെ വാൾ ഊരി 70,000 കൊണ്ട ശേഷം അടുത്തത് യെരൂശലേമിൽ നോക്കി അവൻ വാൾ നീട്ടിയപ്പോൾ ദൈവം അവനെ കണ്ടു. വചനം എന്നാൽ ദൈവദൂതൻ യെരൂശലേമിനെ ബാധിപ്പാൻ അതിന്മേൽ കൈ നീട്ടിയപ്പോൾ യഹോവ അനർത്ഥത്തെ കുറിച്ച് അനുതപിച്ചു. ജനത്തിൽ നാശം ചെയ്യുന്ന ദൂതനോട് മതി, നിന്റെ കൈ പിൻവലിക്ക എന്ന് കൽപ്പിച്ചു. അന്നേരം യഹോവയുടെ ദൂതൻ യെബൂസിയർ അവനുடைய മെതിക്കളത്തിനരികെ ആയിരുന്നു. ഓക്കെ, അത് വാക്യം പറയാൻ പറ്റും. അപ്പോൾ സംഘാട ദൂതൻ ഇങ്ങനെ പറയാം. ദൂതൻ നിൽക്കുന്നത് ആർ കണ്ട്? ദാവീദ് കണ്ട്.
അപ്പൊ എവിടെ നിൽക്കുന്നത് കണ്ടിട്ട് എന്താണ് ചെയ്ത് പ്രാർത്ഥിച്ച് എന്താണ് പ്രാർത്ഥിച്ച് വായിക്കാം. യഹോവയോട് നാണുള്ള പാപം ചെയ്തത്, നാണുള്ള കുറ്റം ചെയ്തത് ഈ ആടുകൾ എന്ത് ചെയ്തു? നിന്റെ കൈ എനിക്കും എന്റെ പിതൃഭവനത്തിനും വിരോധമായി ഇരിക്കട്ടെ എന്ന് പ്രാർത്ഥിച്ച് പറഞ്ഞു. വലിയ സംഭവം ഉണ്ടായി. 70,000 പേർ മരിച്ച്. പക്ഷെ ഇന്നും മരിക്കുവാൻ ദൂതൻ വാളുമായി നിൽക്കുമ്പോൾ ദാവീദ് കണ്ട് ആ സമയം തന്നെ പ്രാർത്ഥിച്ചെന്നാണ് നാണുള്ള പാപം ചെയ്തത്, നാണുള്ള കുറ്റം ചെയ്തത് ഈ ആടുകൾ എന്ത് ചെയ്തു? നിന്റെ കൈ എനിക്കും എന്റെ പിതൃഭവനത്തിനും വിരോധമായി ഇരിക്കട്ടെ എന്ന് പ്രാർത്ഥിച്ച് അവൻ ദൈവത്തോട് പറഞ്ഞു. അവൻ പറഞ്ഞ പ്രാർത്ഥന ദൈവം കേട്ട് എന്താണ് ചെയ്ത്? ഇതേ വാക്യം നമുക്ക് വായിക്കാൻ കഴിയും. 1:16-17 വാക്യം. ദാവീദ് തലപ്പൊക്കി യഹോവയുടെ ദൂതൻ വാൾ ഊരി യെരൂശലേമിന് മീതെ നീട്ടി പിടിച്ചത് കൊണ്ടും ഭൂമിക്കും ആകാശത്തിനും മധ്യേ നിൽക്കുന്നത് കണ്ടും ദാവീദും മൂപ്പന്മാരും രട്ടുടുത്ത് സാഷ്ടാംഗം വീണു. വചനം എങ്ങനെയാണ്? ഭൂമിക്കും ആകാശത്തിനും മധ്യേ ദൂതൻ നിൽക്കുന്നത് ആരും കണ്ട്? ദാവീദ് കണ്ട്. പക്ഷെ 2 സമയം വായിക്കുമ്പോൾ അവിടെ നിൽക്കുന്നത് എവിടെയാണ്? യെബൂസിന്റെ അറവാന്റെ അവന്റെ കൃഷിയുടെ സ്ഥലത്തിലാണ് ദൂതൻ നിൽക്കുന്നത് കണ്ട്. ദാവീദ് ദൈവത്തോട് ജനത്തെ എണ്ണുവാൻ പറഞ്ഞവൻ ഞാനല്ലയോ? ദോഷം ചെയ്ത പാവി ഞാനാകുന്നു. ഈ ആടുകൾ എന്ത് ചെയ്തിരിക്കുന്നു? യഹോവ എന്റെ ദൈവമേ, നിന്റെ കൈ ബാധകമായിട്ട് നിന്റെ ജനത്തിന്മേൽ അല്ല, എന്റെ മേലും എന്റെ പിതൃഭവനത്തിന്മേലും ഇരിക്കട്ടെ എന്ന് പറഞ്ഞു. അവിടെയും ദാവീദ് പ്രാർത്ഥിച്ചതാണ്, പാവം ചെയ്ത് ഞാൻ തന്നെയാണ്. അവന്റെ പ്രാർത്ഥന ദൈവം കേട്ട് എന്ത് ചെയ്ത്? നമുക്ക് വായിക്കാം. 25-ാം വാക്യം, 2 സാമുവേലിന്റെ പുസ്തകം 24-25 വായിക്കാം. ഓക്കെ, അത് 1:26-21 മധ്യം അതിന്റെ 25-26 വായിക്കാം. ആ 26. ദാവീദ് പ്രാർത്ഥിച്ച പ്രാർത്ഥന ചെയ്തു. ആ സ്ഥലത്തിൽ അവൻ ഒരു യാഗപീഠം പണിത് ഹോമയാഗങ്ങളും സമാധാന യാഗവും കഴിച്ച് യഹോവയോട് പ്രാർത്ഥിച്ച് അവൻ ആകാശത്തിൽ നിന്ന് ഹോമപീഠത്തിന് മേൽ തീ ഇറക്കി അവന് മൂത്രം അരുളി. അവൻ യാഗപീഠം പണിത് ദൈവത്തിന് വേണ്ടി അവൻ ചെയ്ത് യാഗം കൽപ്പിച്ചു. എവിടെ ദൂതൻ ഊരി പിടിച്ച് വാളുമായി നിൽക്കണോ അവിടെ ഇത് ചെയ്ത് ആ സ്ഥലത്തിൽ അവർ ദൈവത്തിന് വേണ്ടി ഒരു യാഗപീഠം പണിത് ആ പ്രാർത്ഥിച്ചപ്പോൾ വചനം വേണ്ടി ആകാശത്തിന്റെ തീ ഇറങ്ങി അവർക്ക് ഉത്തരം അരുളി. അടുത്ത വാക്യം വേണ്ടി യഹോവ ദൂതനോട് കൽപ്പിച്ച് അവൻ തന്റെ വാൾ വീണ്ടും മുറയിൽ ഇട്ടു. ഇത്രയും പറഞ്ഞത് വേറൊന്നുമല്ല, ദാവീദിന്റെ ജീവിതത്തിൽ തന്റെ പരാജയം എത്രയും എണ്ണുവാൻ തോന്നിപ്പിച്ചതാണ് സാത്താൻ. പക്ഷെ അവൻ ചിന്തിച്ചത് എന്താണ്? എന്റെ അല്ലെങ്കിൽ ട്രൂപ്പ് അല്ലെങ്കിൽ എനിക്ക് എത്ര പടയാളി എന്റെ യുദ്ധത്തിന് ഉണ്ടെന്ന് അറിയണമെന്ന് അവൻ ചിന്തിച്ചപ്പോൾ അതിന്റെ പുറകിൽ പ്രവർത്തിച്ചത് സാത്താനായിരുന്നു. ഞാൻ പറഞ്ഞ മനസ്സിലാ, ഞാൻ രാജാവാണ്, എന്റെ ദേശത്തിൽ എത്ര പടയാളികൾ യുദ്ധത്തിന് വേണ്ടി ഒരുങ്ങിയിട്ടുണ്ടെന്ന് അറിയണമെങ്കിൽ നമുക്കറിയാം പല സെക്ഷനുകളുണ്ട്. ചിലപ്പോൾ പിടിക്കുന്ന ചില ആൾക്കാരുണ്ട്, അതൊരു സെക്ഷനാണ്. ചില ആൾക്കാർ ഈ വാൾ വെച്ചിട്ട് കുതിരയിൽ പോയി യുദ്ധം ചെയ്യുന്ന ആൾക്കാരുണ്ട്. ചില ആൾക്കാർ യായുടെ പുറത്ത് നിന്ന് യുദ്ധം ചെയ്യുന്ന ആൾക്കാരുണ്ട്. അപ്പോൾ തന്റെ ദേശത്തിൽ തന്റെ യുദ്ധവീരർ എത്ര എണ്ണണമെന്ന് ദാവീദിന് തോന്നിപ്പിച്ചത് പിശാചായിരുന്നു. പക്ഷെ ദാവീദിന് പറഞ്ഞിട്ട് ഏകദേശം 9 മാസക്കാലം അവർക്ക് യാതൊരു കുറ്റബോധമില്ലായിരുന്നു. ആ കുറ്റബോധം എപ്പോഴാണ് വന്നത്? എല്ലാം എണ്ണി കഴിഞ്ഞ ശേഷം ആ യോവാബ് തന്റെ പടയാളി വന്ന് തന്റെ കണക്ക് ഏൽപ്പിച്ചപ്പോൾ അത് കണ്ടപ്പോൾ വായിച്ചപ്പോൾ അവന്റെ യുദ്ധത്തിലൂടെ കുത്തുകൊണ്ട് നാം ചെയ്തത് തെറ്റാണ്. പലപ്പോഴും നമ്മുടെ ജീവിതത്തിലും നമ്മൾ പലതും ചിന്തിക്കുന്നത് നമ്മൾ ചെയ്യുന്നതെല്ലാം ശരിയാണ്, കർത്താവിന്റെ വഴികൾ നടക്കുന്നത് എന്ന് നാം ചിന്തിച്ച് നമ്മൾ മുമ്പോട്ട് പോയിട്ടുണ്ട്. എന്നാൽ പലപ്പോഴും അത് ദൈവത്തിന്റെ വഴിയല്ല, നമ്മൾ സ്വയമായി കടന്നുപോകുന്ന ചില വഴികളാണ്. ഞാൻ പറഞ്ഞൊന്നുമില്ല, ദാവീദ് മടങ്ങി വന്നപ്പോൾ നമ്മളും ദൈവസന്നിധി നാം ദൈവത്തോട് തീർച്ചയായിട്ട് നാം പ്രാർത്ഥിച്ചാൽ ആ പ്രാർത്ഥന ദൈവം കേൾക്കും, അവൻ ഉത്തരം നൽകും.
അവർ ദൈവത്തിന്റെ കരുണ എന്ന് പറയുന്നത്, ദൈവത്തിന്റെ ദയവൻ പറയുന്നത്. കർത്താവിനെങ്കിൽ നമ്മൾ വെറുതെ വിടാം, നാം നശിക്കട്ടുമെന്ന് കർത്താവ് വിടാൻ കഴിയും. എന്നാൽ നാം നശിച്ചു പോകുന്നതല്ല ദൈവഗീതം, നാം മടങ്ങി വന്നുമാണ് ദൈവം ആഗ്രഹിക്കുന്നത്. അതുകൊണ്ടാണ് ചില സമയം നമുക്ക് തന്നെ ആ കുറ്റബോധമോ നാം ചെയ്ത് തെറ്റിപ്പോയോ എന്ന് ഒരു സംശയം നമ്മുടെ ഹൃദയത്തിൽ ദൈവം നൽകുന്നത്. നാം അങ്ങനെ മടങ്ങി വരുമെങ്കിൽ, നാം ദൈവസ്ഥലിൽ പ്രാർത്ഥിക്കുമെങ്കിൽ, നാം പറയട്ടെ അവന്റെ വചനമുഖാന്തരം ദൈവം നമ്മളോട് സംസാരിക്കും. നമ്മൾ വിചാരിക്കും പലപ്പോഴും നമ്മൾ ചെയ്യുന്നതെല്ലാം ശരിയാണ്, നാം ദൈവത്തിന്റെ വഴിയാണ് നടക്കുന്നത്. പക്ഷെ ഇല്ല, നാം ചിന്തിക്കുന്നതും നമ്മൾ പ്രവർത്തിക്കുന്നതും എല്ലാം ദൈവത്തിന്റെ അല്ല. നമുക്ക് അങ്ങനെ ഒരു മൈൻഡ് നമ്മുടെ ഹൃദയത്തിൽ വരുമെങ്കിൽ നാം എന്ത് ചെയ്യണം? നാം മടങ്ങി വരണം, ദൈവത്തിൽ മടങ്ങി വരണം. നാം ദൈവത്തോട് കർത്താവേ, ഞാൻ അങ്ങനെ വഴിവിട്ട് മാറിയിട്ടുണ്ട് എന്ന് ചോദിക്കും. നാം ദൈവത്തിൽ അങ്ങനെ ക്ഷമയോട് നാം പ്രാർത്ഥിച്ചാൽ ആ പ്രാർത്ഥനയ്ക്ക് ദൈവം ഉത്തരപ്പെടും. വചനം അവൻ ദൈവത്തിന് യാഗം കൽപ്പിച്ചപ്പോൾ ആകാശത്തെ തീ അവൻ നൽകി ഉത്തരം നൽകിയെങ്കിൽ എനിക്ക് നിങ്ങൾക്കും കർത്താവിനെ അന്വേഷിക്കുമ്പോൾ അവന്റെ വചനം നമ്മൾ ഉറപ്പായി സംസാരിക്കും. ഒന്നുമല്ല, അവൻ നമ്മളെ സ്നേഹിക്കുന്നുണ്ട്. കർത്താവ് നമ്മൾ വഴി തെറ്റി പോകുവാൻ അനുവദിക്കുന്നില്ല.